ഇന്ന് കൊട്ടാരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏവരാലും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഉദയകുമാർ ചേട്ടനെ ഏറ്റെടുത്ത് കലൈപുരം ആശ്രയ സങ്കേതം. ഇനിയുള്ള ഭാവി ജീവിതം കലൈപുരം ആശ്രയ സങ്കേതത്തിലെ ഓരോ നിവാസികളോടൊപ്പമായിരിക്കും ഉദയകുമാർ ചേട്ടൻ ജീവിക്കുക. കൊട്ടാരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന ചേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ആരുടെയും നെഞ്ചൊന്നു വിങ്ങും. കാഴ്ചയിലേക്ക്. ചേട്ടൻ്റെ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ 15 ദിവസം മുമ്പ് അദ്ദേഹത്തിന് കാലിൽ നല്ല ശക്തമായിട്ട് നീര് വന്നതിന് ശേഷം ഒരു 4 ദിവസമായിട്ടുണ്ട് കാല് പൊട്ടി ഒലിച്ച് പഴുപ്പും ചോരയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പം ചെറിയൊരു ഫാൻസി കടയായിട്ട് കൊട്ടാരക്കര പുറമൺ ടൗണിൽ ചെറിയൊരു ഫാൻസി കട തട്ടുകടയായിട്ട് അദ്ദേഹം നടത്തി വരികയായിരുന്നു. കൊട്ടാരക്കര ലോഡ്ജിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് കൊട്ടാരക്കര ലോട്ടസ് റോഡിന് സമീപം SBI ബാങ്കിനടുത്തുള്ള സെൻറ്റ് ജോർജ് ലോഡ്ജിൽ കഴിഞ്ഞ 4 വർഷമായി താമസിച്ച് അദ്ദേഹം സാധനങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ കച്ചവടം നടത്തി വരികയായിരുന്നു. മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്. നടത്തി വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുകയും തുടർന്ന് കച്ചവടം നടത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മുടെ കലൈപുരം ആശ്രയിലെ എല്ലാമെല്ലാമായ ശ്രീ കലൈപുരം ജോസാറിന് അദ്ദേഹത്തിനെ കാണാൻ സാധിക്കുകയും ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ തോന്നുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഇവിടെ കലൈപുരം ആശ്രയ സംഘത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു ഭാവി ജീവിതം, അതായത് അദ്ദേഹത്തിൻ്റെ ഈ കാലിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി അദ്ദേഹത്തിനെ പൂർണ്ണ ആരോഗ്യവാനാക്കി തിരികെ നമുക്ക് വീണ്ടും ടൗണിൽ നല്ലൊരു കച്ചവടമൊക്കെ നടത്തി നല്ല രീതിയിൽ ജീവിക്കാനുള്ളൊരു പ്രാപ്തിയിലേക്ക് എത്തിക്കാനാണ് ജോസാർ ലക്ഷ്യമിടുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഞാനും ജോസാറോടായിരിക്കും കച്ചവടം നടത്തട്ടെ, ഞാൻ പോകുമ്പോൾ പക്ഷേ പകുതി പൈസ കൊടുക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇനിയുള്ള കാലം ജോസാറും അദ്ദേഹം കൂടെ ചേർന്ന് കച്ചവടം ഭയങ്കര വിപുലമാക്കും, അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ജോസാറിനോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ഇദ്ദേഹത്തിൻ്റെ ഭാവി എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി സഖിൽ ജോസാർ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. സാർ, എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഭാവി എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് എന്തായിരിക്കും? ഉദയകുമാറിന് ഇദ്ദേഹം ഒരു വളരെ സമർത്ഥനായ ഒരു വ്യാപാരിയാണ്. കൊട്ടാരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്ത് അദ്ദേഹത്തിൻ്റെ വ്യാപാര സ്ഥാപനമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ഉണ്ടായ അസുഖം, കാലിനുണ്ടായിട്ടുള്ള നീര്, വ്രണം, അത് കാരണം കാല് നിലത്തുറപ്പിക്കാൻ വയ്യാതെ കച്ചവടം നടത്തുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ തന്നെ ബെഞ്ചിൽ ഒരാഴ്ചക്കാലമായിട്ട് ഒരേ കിടപ്പ് കിടന്നതാണ്. ആഹാരം കഴിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നത് പോലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവശനായി കിടക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തെ എൻ്റെ ദൃഷ്ടിയിൽപ്പെടുകയും അദ്ദേഹത്തെ ഇവിടെ ഏറ്റെടുത്ത് കൊണ്ടുവരികയും ചെയ്തത്. അദ്ദേഹത്തിനെ ഇപ്പോൾ തന്നെ കൊട്ടാരക്കര ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പരിപൂർണമായ രോഗസൗഖ്യം ആയതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായം ആരാഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ കണ്ടെത്തി അവരുടെ കൂടി അഭിപ്രായം കേട്ട ശേഷം ഒരു തീരുമാനം നമ്മൾ കൈക്കൊള്ളും. എന്തായാലും ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിനുണ്ടായിരിക്കുന്ന കേടുപാടുകളും രോഗവും മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ പരമപ്രധാനമായി അതിന് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ പരിപൂർണ്ണ ആരോഗ്യവാനാക്കി അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഇവിടുന്ന് നല്ലൊരു കച്ചവടം ചെയ്യാനായിട്ട് പ്രാപ്തനാക്കി വിടുക എന്നുള്ളതാണ് ആശ്രയ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പം അതിനുവേണ്ടി അദ്ദേഹത്തെ ഇവിടെ എത്തിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ശ്രീ കലൈപുരം ജോസാറിനോടും ആശ്രയോടും നന്ദി പറഞ്ഞുകൊണ്ട് ക്യാമറമാൻ ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ അരുൺ.